கிராமத்தான குணமாத்தானே பார்த்திருக்கேன், கோவப்பட்டு பார்த்ததில்லையே. இன்னைக்கு ஆரம்பிக்குது திருவிழா. வச்ச கிளி ஹாப்பிலி. വാ മോളെ. ഒന്ന് നിക്കണം മാഡം. ജയിച്ചു അല്ലേ? അതിൽ പുതുമയൊന്നും ഇല്ല ബെഞ്ചമിൻ. പക്ഷേ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് മാഡം. ഈ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് ജീവപര്യന്തം തടവിലിടാനോ അങ്ങ് തൂക്കിക്കൊല്ലാനോ വേണ്ടിയിട്ടല്ല. എല്ലാ കുഞ്ഞുങ്ങളും നിഷ്കളങ്കരാണ് മാഡം. നമ്മളെപ്പോലുള്ള മുതിർന്നവരാണ് അവരുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുന്നതും നന്മയേത് തിന്മയേത് എന്നറിയാത്ത ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതും. അസുഖത്തെ അല്ല, അസുഖത്തിന്റെ കാരണം ചികിത്സിച്ച് ഭേദപ്പെടുത്താനാണ് ഈ ബെഞ്ചമിൻ കുരുവിളയ്ക്ക് ഇഷ്ടം. ഈ ചെറിയ പെൺകുട്ടി ഒരിക്കലും എന്റെ ടാർഗറ്റ് അല്ല മാഡം. ഇവളെയും ഇതുപോലുള്ള കൊച്ചുകുട്ടികളെയും വെച്ച് പിന്നിൽ നിന്ന് കളിക്കുന്ന ആ മാസ്റ്റർ ബ്രെയിൻ, അതുമാത്രമാണ് എന്റെ ടാർഗറ്റ്. പക്ഷേ ശത്രു ആരാണെന്നറിയാതെ നിഴലിനോട് യുദ്ധം ചെയ്യാനാവില്ലല്ലോ. എന്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവളല്ല, മാഡം തന്നെ തന്നു കഴിഞ്ഞു. ഇനി പൊയ്ക്കോളൂ മാഡം, ബെഞ്ചമിന് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഈ പൊടിക്കുഞ്ഞിന്ന് നടുക്കടലിൽ നീന്തുന്ന ഒരു വമ്പൻ സ്രാവിനെ കൊടുക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ മാഡം ചെന്നാട്ടെ. വാ. പത്രത്തിൽ വാർത്തയുണ്ട്, നഗരത്തിലെ ഭിക്ഷാടന സംഘങ്ങളിലും നാടോടി കൂട്ടങ്ങളിലും ഒക്കെ പോലീസ് റെയ്ഡ് നടക്കുന്നു. നന്നായി. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമായി കടന്നു കളഞ്ഞവളെ കിട്ടിയോ എന്തോ. അവളിവിടെ നമ്മുടെ മൂക്കിന് കീഴെ വന്ന് ഇത്രയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കണക്കിനത് നന്നായി. അതുകൊണ്ടല്ലേ ഏഞ്ചൽ നാനി ചേച്ചിയെ കാണാനായതും ചേച്ചി മരണത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതൊക്കെ. പിന്നീട് ആനി ചേച്ചി ഒന്ന് കാണാൻ പോയില്ല നമ്മള്. ജോൺസന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല നാൻസി. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ളു വിറയ്ക്കുന്ന പോലെ, അയാളുടെ സ്വത്തെല്ലാം കവർന്നു വെച്ച പോലൊരു ഭയം. കവർന്നെടുത്തതായാലും കടമെടുത്തതായാലും എന്നാണെങ്കിലും തിരിച്ചു കൊടുക്കണം വെച്ചാൽ. ആ വിഷയം എടുത്തിടണ്ട നാൻസി, അത് അപ്പോഴല്ലേ. ഇച്ചായനത് എന്ത് കണ്ടിട്ടാ? ചിരിച്ചോണ്ട് നിൽക്കുന്നെങ്കിലും ആ 3 കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കരയുന്നുണ്ട്. നാൻസി, അത് ചേച്ചി അകത്തേക്ക് വാ. ഇവിടെ ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? ഭേദമുണ്ട് നാൻസി. പൊള്ളല് അങ്ങനെ പുറത്തറിയാനൊന്നും ഇല്ലല്ലേ? കണ്ടില്ലേ കഴുത്തില്
ശരീരാസകലുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മാതാവിന്റെ കൃപ. എനിക്ക് അധിക സമയം ഒരിടത്ത് നിൽക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. റെസ്റ്റ് എടുക്കാന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെത്തി ഒന്ന് തല ചായ്ക്കണമെന്നുണ്ട്. കുട്ടികളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അയ്യോ മക്കളെ തൊടല്ലേ, അമ്മച്ചിക്ക് വേദനിക്കും. സാരമില്ല കേട്ടോ, ഈ പൊള്ളലൊക്കെ പെട്ടെന്ന് ഭേദാവും. പിന്നെ നമുക്ക് പഴയതുപോലൊക്കെ കളിക്കാം. ഏഞ്ചൽ എവിടെ? ഏഞ്ചൽ ഇവിടെയുണ്ട്. അവളെ കൂടെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. വിളിക്കവളെ. ജോൺസൺ പറഞ്ഞിട്ടുണ്ടാവും ഏഞ്ചലിനെ കൊണ്ട് സോഫി ചേച്ചി ഔട്ട് ഹൗസിൽ കയറി കഥകടിച്ചിരിക്കുക. ആരോ തട്ടിക്കൊണ്ടു പോയേക്കും എന്ന ഭയം. നാൻസി ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ വാതിൽ തുറക്കാറുള്ളൂ. ഈ പ്രായത്തില് ഇങ്ങനൊരു തടവ് ശിക്ഷ അനുഭവിക്കാൻ എന്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? അടുത്തില്ലാന്നുണ്ടെങ്കിലും എന്റെ മക്കളെ സാമുവലും നാൻസി പൊന്നു പോലെ നോക്കുന്നുണ്ടെന്നൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോ പട്ടിയും പൂച്ചയിടുന്നത് പോലെ ഔട്ട് ഹൗസിലെ മാറാലിന്റെയും പൊടിയുടെയും ഇടയില്, അതും ഒരു ഭ്രാന്തിയുടെ ഒപ്പം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണ സാമുവല്ലേ. അത് പറയാതിരുന്നതിന്റെ ശിക്ഷയാ ഞങ്ങൾ അനുഭവിക്കുന്നത്. സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി കൊടുക്കുന്ന ഒരാളെ എന്റെ ഭർത്താവ് ജോൺസൺ. ആനി അതുപോലൊന്നും അല്ലായിരുന്നു. ഞാനും എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും, പിന്നെ ഞങ്ങൾക്ക് സ്വർണം പണിഞ്ഞു തരാൻ ഒരാളും മാത്രം മതി ഈ ഭൂമിയിൽ എന്ന് കരുതി ജീവിച്ചവളാ. പക്ഷേ മാതാവിന്റെ കരസ്പർശം കൊണ്ട് മനസ്സ് മാറി. എങ്കിലും പാവമായപ്പോ ഒരുപാടങ്ങ് പാവമായി എന്ന് ഞാൻ തിരിച്ചറിയ. അല്ലെങ്കിൽ ഏതൊരമ്മ ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഭ്രാന്ത് മാറാൻ വേണ്ടി കുഞ്ഞിനെ വിട്ടുകൊടുക്കുക? അത് ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ മരണക്കിടക്കെ കിടക്കാണെന്ന് അറിഞ്ഞിട്ടും ഒരു നോക്ക് കാണാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തന്നില്ല നിങ്ങൾ. ഒളിച്ചും പാത്തും വരേണ്ടി വന്നു അവൾക്ക്. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോവാ. നിങ്ങൾ അവളെ വിളിക്കുന്നോ അതോ? എവിടെ ഔട്ട് ഹൗസ്? ഞാൻ കാണിച്ചു തരാം, വാ. അനിമിക്ക് സുഖായോ? നല്ല ഭേദമുണ്ട്. എന്റെ പൊന്നല്ലേ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചതും എഴുന്നേൽപ്പിച്ച് നടത്തിയതും
ഞാനല്ല അനിയമ്മേ, മാതാവാ. ഇനി വീട്ടിൽ പോയി വിശ്രമിക്കാനാ ഡോക്ടർ പറഞ്ഞത്. മോള് വാ, നമുക്ക് വീട്ടിൽ പോവാം. ഞാനിപ്പോ വരുന്നില്ല അനിയമ്മേ. ഏഞ്ചൽ മോളെ. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല. അതെന്താ മോളെ നീ വരുന്നില്ലെന്ന് പറഞ്ഞ്? ഞാൻ ഇപ്പൊ വരുന്നില്ല എന്ന് അനിയമ്മയെ പറഞ്ഞത്. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നോളാം. വാ ഏഞ്ചലേച്ചി, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകാം. ഇപ്പൊ വരണ്ടെന്നാ മാതാവ് പറയുന്നത്. ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആകൂന്ന്. മാതാവിന്റെ അനുഗ്രഹമാ നിന്റെ ഈ രണ്ടാം ജന്മം. അതിലെ കണക്ക് സൂക്ഷിക്കരുത്. ഇസമോളെ, ജോൺസൺ, പോട്ടെ സാമൂലെ, ഞാൻ അവരെ കൊണ്ടുപോവാ. നന്ദിയുണ്ട്. പോട്ടെ മോളെ. മോളെ വാ. നാൻസി എന്താ ഇങ്ങോട്ട് പോകുന്നത്? എനിക്കിവിടെ നിൽക്കാനൊരു താല്പര്യം തോന്നിയില്ല. മനസ്സിലായില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കണ ചായ. ഇനി എന്നാ നമ്മൾ ഏഞ്ചലിനെ അവളുടെ അച്ഛനമ്മമാർക്കൊപ്പം വിടുക? ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൂടെ ഏഞ്ചലിന്റെ പപ്പയും അമ്മയും കടന്നുപോയത്. ജോൺസന് ചൈൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിലും ആനി ചേച്ചി മരണത്തിന്റെ പടിവാതിൽ വരെ എത്തി. രണ്ട് സമയത്തും അവരെ ഓമനിച്ച് വളർത്തിയ മോള് കൂടെ ഉണ്ടായിരുന്നില്ല ചായ. നമ്മുടെ സ്വകാര്യമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിടിച്ചു വെച്ചിരിക്കായിരുന്നു അവള്. സോഫി ചേച്ചിയുടെ അസുഖം മാറണം, സോഫി ചേച്ചി നോർമലായി പെരുമാറണം, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമോ? സാമുവൽ അച്ചായനും ചേച്ചി പോലെ തന്നെ പ്രധാനമാണ് അവർക്ക് അവരുടെ കുഞ്ഞും. എന്നിട്ടും ആ കുഞ്ഞിനെ വിട്ടു തന്ന് ഇത്രയും കാലം അവര് കൂടെ നിന്നു. ഇനിയും
ഏഞ്ചലിനെ വിട്ടു നൽകില്ലെന്ന് പറയുന്നതില് എന്ത് ന്യായം ഇച്ചായ? ന്യായം നാൻസി പറഞ്ഞത് തന്നെയാ, സ്വകാര്യമായ സ്വാർത്ഥത. ഈ ന്യായം ചേച്ചിയുടെ കാര്യത്തിൽ മാത്രമോ അതോ നമ്മുടെ കാര്യത്തിലുണ്ടോ? ഇപ്പൊ എന്താ അങ്ങനെ ഒരു സംശയം തോന്നുന്നു? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സോഫി ചേച്ചിയോട് ഒരു വിരോധവും ഇല്ല, ഏഞ്ചൽ മോളോട്. പക്ഷെ ഇച്ചായനെ ഒന്നും ഓർക്കണം, ഏഞ്ചൽ മോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, നമ്മള് മാനസികമായി അകന്നുകൊണ്ടിരിക്കുക. ഈ പ്രശ്നത്തിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാൻസി പറഞ്ഞത് എനിക്ക് കേൾക്കാൻ ഞാൻ തയ്യാറാ. പരിഹാരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. ഏഞ്ചലിന് ആവശ്യം അവളുടെ പപ്പയും അമ്മയും സഹോദരങ്ങളെയോ, സോഫി ചേച്ചിക്ക് ബെറ്റർ ട്രീറ്റ്മെന്റും. ഏഞ്ചൽ മോളെ സോഫി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. മാതാവിന്റെ അനുഗ്രഹമുള്ള ഏഞ്ചൽ ഒന്നും കാണാതെ സോഫി ചേച്ചിക്കൊപ്പം നിൽക്കുകയില്ലായിരുന്നു. ഉടനെ തന്നെ താൻ പപ്പയുടെ മമ്മയുടെ അടുത്തേക്ക് ചെല്ലുമെന്നാ ഇന്നവൾ ഒരു അരുളപ്പാട് പോലെ പറഞ്ഞത്. ഇതൊന്നും പറഞ്ഞ് ഇനി ആൾക്കാരെ പറ്റിക്കല്ലേ ഇച്ചായ. ദൈവത്തിലൊക്കെ എനിക്കിപ്പോ വിശ്വാസം കുറഞ്ഞു വരിക. വാടാ, സാധനങ്ങളൊക്കെ എടുക്കാം. എന്നാ മോനെ, കൊണ്ടുവയ്ക്കേ. ആനി, ആനി, ഇറങ്ങ, നമ്മുടെ വീടെത്തി. വാ. എത്രയായി? 450 രൂപ. ബാക്കി വെച്ചോ. വാ. അകത്തേക്ക് കൊണ്ട് വയ്ക്കാം മക്കളെ. പതുക്കെ. വാ. ചില്ല് മാറ്റാം ഇന്ന് തന്നെ. വേണ്ട, ജീവിതത്തിൽ നമ്മൾ അവസാനമായി ചിരിച്ച നിമിഷം അതിന്റെ ഓർമ്മയ്ക്കായ മാതാവിന്റെ ഈ ചിത്രം നിലത്ത് വീണുടഞ്ഞത്. ദൈവത്തിന്റെ ആ തീരുമാനം മാറ്റുണ്ട് ചായ. സ്നേഹിക്കുന്നവരുടെ ആരാധിക്കുന്നവരുടെ ചിത്രങ്ങൾ ചില്ലിട്ട് വെക്കേണ്ടത് ചുമരിൽ മാത്രമല്ല ചായ, ഹൃദയത്തിൽ കൂടിയാ. ചുവരിൽ ചില്ലിട്ട് വെച്ചാലും ഹൃദയത്തിൽ പതിഞ്ഞില്ലെങ്കിൽ അതിനൊരർത്ഥവുമില്ല.
ഇച്ചായന് മനസ്സിലാവും. ഈ വീടിന്റെ സന്തോഷം, അനുഗ്രഹം അത് ഏഞ്ചലായിരുന്നു. അവൾ ഇറങ്ങിപ്പോയ ആ നിമിഷം മാതാവിന്റെ ചിത്രം നിലത്ത് വീണ് പൊട്ടിയെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തല. മാതാവിന്റെ കൃപയും കരുണയും അനുഗ്രഹവും ഒക്കെ ഈ വീട് വിട്ടു പോയെന്ന്. അങ്ങനെയൊക്കെ മാതാവിന്റെ ഏറ്റവും വലിയ ഭക്തിയായിരുന്ന ആനി ഇനി മാതാവിനോട് പ്രാർത്ഥിക്കില്ല ചായ. ഏഞ്ചൽ മോളെ തിരിച്ചു കിട്ടണേ എന്നുള്ളതായിരുന്നു ആനിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതിനു വേണ്ടി ജീവൻ കൊടുത്തുവരെ പ്രാർത്ഥിച്ചു. ഏഞ്ചൽ മോള് സോഫിയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇച്ചാനോട് പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടോ? ഏഞ്ചൽ മോളെയും കൊണ്ടല്ലാതെ തിരിച്ചിങ്ങ് വരണ്ടെന്ന്. അവളില്ലാതെ ആനി ഇനി ജീവിക്കില്ലെന്ന്. സത്യം തന്നെയായിരുന്നു ഇച്ചായ. ഈ ഭൂമിന്ന് മടങ്ങിപ്പോയവളാ ഞാൻ. എന്റെ ഏഞ്ചൽ മോളും മടങ്ങി വന്നു എന്നുള്ള ഒറ്റ വിശ്വാസത്തില് സ്വർഗത്തിന്റെ പടിവാതിൽക്കലോളം എത്തിയിട്ടും ഞാൻ തിരിച്ചു പോന്നത്. ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്താ ഇച്ചായ? അതുകൊണ്ട് ആനി ഇനി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏഞ്ചൽ മോളും മടങ്ങി വന്നതിന് ശേഷം മാത്രം. വേണ്ട ചായ. അമ്മച്ചി പറഞ്ഞത് നേരാണോ പപ്പ? മാതാവിന്റെ അനുഗ്രഹം ഈ വീട് വിട്ടു പോയോ? നമ്മളിനി പ്രാർത്ഥിക്കില്ല പപ്പ. പ്രാർത്ഥിക്കും മക്കളെ. അതിന് നമ്മളെ കൊണ്ട് കഴിയും.